ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്കാലപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ നിന്നും കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു പേന ഞാൻ ആദ്യം തന്നെ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു ക്യാപ്പ് വെച്ചിട്ട് ഞാനൊരു വിക്സിൻ്റെ ക്യാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കുപ്പിൻ്റെ ക്യാപ്പായാലും മതി, അല്ലെങ്കിൽ കോയിനായാലും മതി. ഇതുപോലെ ഒരേ അളവിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. ആ വരച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതൊരു തരം കട്ടിയുള്ള ഷിഫോണിൻ്റെ ഷാളാണ് കേട്ടോ. അതിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ബ്രദറിൻ്റെ പാഷൻ മേക്കറാണ് എൻ്റെ അടുത്തുള്ളത്. അതിൽ ഞാൻ സിഗ്സാഗ് IF എന്നുള്ള ഓപ്ഷനിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ടെൻഷൻ്റെ ഭാഗത്ത് 0 കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 4 കൊടുക്കാറുള്ളത്. പിന്നെ ത്രെഡാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡാണ് എടുത്തിട്ടുള്ളത്, മുകളിലും അടിഭാഗത്തും. പിന്നെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഭാഗത്ത് കൂടെ നല്ലപോലെ സ്ലോ ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അടിഭാഗത്ത് ഞാനൊരു A4 ഷീറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ ആയാലും മതി, ന്യൂസ് പേപ്പർ. പിന്നെ നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗത്തും കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണയായിട്ട് സിൽക്കിൻ്റെ ത്രെഡ് അല്ലെങ്കിൽ എംബ്രോയിഡറി ത്രെഡൊക്കെ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ മെഷീനിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് സോൾഡറിങ് അയണാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കടയിൽ നിന്ന് ഇലക്ട്രിക് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത്. ആ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള നിബ്ബാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ കടയിൽ തന്നെ പോയിട്ട് നമ്മൾ ഈ നിബ്ബ് മാറ്റി തരാനായിട്ട് പറയുക. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ മാറ്റി തരും കേട്ടോ. 70 രൂപ ആയിട്ടുള്ളൂ അതിന്. അപ്പോൾ ഇത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ചൂടായാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ബുക്കോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ പീസോ അങ്ങനെയുള്ള കട്ടിയുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അടിഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പേപ്പറൊക്കെ ഇതുപോലെ മാറ്റി കൊടുക്കുക. പിന്നീടാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ സോൾഡറിങ് അയൺ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതാണെങ്കിലും കുട്ടികളതാണെങ്കിലും നല്ലപോലെ ഉരുക്കി പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ടേബിളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് തോന്നിയത് ഇതുപോലെയാണ് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ 1/2 ഇഞ്ച് മാത്രമാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഇഞ്ച് എന്തായാലും വേണം. അതുകൊണ്ടാണ് ആ ഭാഗം കട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളത്. ആ ഭാഗങ്ങളിലാണെങ്കിൽ ഒരു ഓവർലോക്കിൻ്റെ പോർഷനാണ്. അതുകൊണ്ട് നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് എന്തായാലും അവിടെ വിട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. എംബ്രോയിഡറി ത്രെഡും സിൽക്കിൻ്റെ ത്രെഡൊന്നും ഇല്ലെങ്കിലും സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.